Hello friends, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. Airtel physical SIM-നെ എങ്ങനെ eSIM-ലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതായത് നിങ്ങളുടെ സാധാ SIM ഇത് നിങ്ങൾക്ക് എങ്ങനെ eSIM-ലേക്ക് മാറ്റാം. വളരെ ഈസിയായ കുറച്ച് സ്റ്റെപ്പിലൂടെ നിങ്ങൾക്ക് Airtel SIM-നെ eSIM-ലേക്ക് മാറ്റാം. ഇതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 121 എന്നതിലേക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ്. 121 എന്നതിലേക്ക് നിങ്ങൾ ഒരു മെസ്സേജ് അയക്കണം. മെസ്സേജ് ഇപ്രകാരമാണ് നിങ്ങൾ അയക്കേണ്ടത്. eSIM എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സ്പേസ് ഇട്ട് നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ അഡ്രസ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇത് 121 എന്നതിലേക്ക് സെൻഡ് ചെയ്യുക. ഇനി നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഏത് നമ്പറിലാണോ eSIM ആക്ടിവേറ്റ് ചെയ്യേണ്ടത് ആ നമ്പറിൽ നിന്നും നിങ്ങൾക്ക് കസ്റ്റമർ കെയറിൽ വിളിച്ചതിന് ശേഷം നിങ്ങളുടെ ഇമെയിൽ അഡ്രസ് അപ്ഡേറ്റ് ചെയ്യാം. ഇപ്രകാരം 121ലേക്ക് നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ 121ൽ നിന്നും പെട്ടെന്ന് തന്നെ നമുക്കൊരു മെസ്സേജ് റിസീവ് ചെയ്യും. ഈ ഒരു മെസ്സേജിന് 60 സെക്കൻഡിനുള്ളിൽ നമ്മൾ 1 എന്ന് ടൈപ്പ് ചെയ്ത് റിപ്ലൈ കൊടുക്കണം. അതായത് നമുക്കൊരു കൺഫർമേഷൻ മെസ്സേജ് ആണ് വരിക. നമ്മൾ ഈ സിമ്മിലേക്ക് നമ്മുടെ സിമ്മിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ടില്ലേ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ പറയുക. അപ്പോൾ നമ്മൾ ഇതിൽ 1 എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം റിപ്ലൈ 60 സെക്കൻഡിനുള്ളിൽ കൊടുക്കുക. ഇപ്രകാരം കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും എയർടെലിൽ നിന്നും ഒരു മെസ്സേജ് വരും. ഈ മെസ്സേജിൽ മെൻഷൻ ചെയ്തിരിക്കുക നിങ്ങൾക്ക് അധികം താമസിയാതെ എയർടെലിൽ നിന്നും ഒരു കോൾ വരും. ഈ ഒരു കോളിൽ വീണ്ടും നമ്മൾ റീകൺഫേം ചെയ്യാനാണ് പറയുക. അതായത് നമ്മൾ നമ്മുടെ സിം ഈ സിമ്മിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് വീണ്ടും കൺഫേം ചെയ്യേണ്ടത്. ഇതിന് നമ്മുടെ കൺസെന്റ് കൊടുക്കുക. അതായത് നമ്മൾ യെസ് എന്ന് കൺഫേം ചെയ്യുക. ഇപ്രകാരം കൺഫേം ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾക്കൊരു മെസ്സേജ് റിസീവ് ചെയ്യും. അധികം താമസിയാതെ നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ അഡ്രസ്സിലേക്ക് ഒരു QR കോഡ് റിസീവ് ചെയ്യുമെന്നാണ് ഈ ഒരു മെസ്സേജിൽ കാണിക്കുക. ഇപ്രകാരം മെസ്സേജ് വന്നതിന് ശേഷം അധികം താമസിയാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ അഡ്രസ്സിലേക്ക് ഒരു QR കോഡ് വരും. ഈ ഒരു QR കോഡ് നമ്മുടെ ഹാൻഡ്സെറ്റിൽ സ്കാൻ ചെയ്യുകയാണ് വേണ്ടത്. എപ്രകാരമാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി നമ്മൾ സെറ്റിംഗ്സ് എന്നതിൽ പോയതിനു ശേഷം ഇവിടെ മൊബൈൽ ഡാറ്റ എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഈ മൊബൈൽ ഡാറ്റ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ആഡ് eSIM എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്രകാരം ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് ലഭിക്കുക. അതായത് നമ്മുടെ ക്യാമറ ഓപ്പൺ ആവുകയും ഇതുവഴി നമ്മുടെ മെയിലിൽ വന്നിരിക്കുന്ന QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യാനും സാധിക്കും. ഇപ്രകാരം സ്കാനിങ് ഫിനിഷ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു eSIM പ്രൊഫൈൽ ഇത് നിങ്ങളുടെ ഫോണിലേക്ക് ആഡ് ആകും. എന്നാൽ ഈ ഒരു പ്രൊഫൈൽ അറിയാതെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യാതിരിക്കുക. ഇങ്ങനെ സ്കാൻ ചെയ്ത് പ്രൊഫൈൽ എല്ലാം നമ്മുടെ മൊബൈലിലേക്ക് ആഡ് ആയതിനു ശേഷം ഇത് ആക്ടിവേറ്റ് ആകുന്നതിന് 2 മണിക്കൂറെല്ലാമാണ് എടുക്കുക. അതായത് നമ്മുടെ ഫിസിക്കൽ സിം കട്ടാവുകയും അതിനുശേഷം eSIM ആക്ടിവേറ്റ് ആവുകയും ചെയ്യും. eSIM ആക്ടിവേറ്റ് ആകുന്നത് വരെ നിങ്ങളുടെ ഫിസിക്കൽ സിം നിങ്ങളുടെ മൊബൈലിന്റെ സിം ട്രേയിൽ നിന്നും റിമൂവ് ചെയ്യാതിരിക്കുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്